ഹലോ, നമസ്കാരം. ആദ്യം നമുക്കൊരു ദൃശ്യം കാണാം. ഈ ദൃശ്യത്തിന് പിന്നിൽ ഒരു ഹൃദയഹാരിയായ കഥയുണ്ട്. ദൃശ്യങ്ങൾക്ക് ശേഷം അത് പറയാം. കോഴിക്കോട്ടെ വേദിയിലെത്തിയ വേടന് ഒരു സ്ത്രീ ഒരു ചിത്രം സമ്മാനിക്കുന്നു. ആ ചിത്രം കണ്ടയുടനെ വേടന്റെ മുഖഭാവം മാറുന്നുണ്ട്. അവന്റെ മുഖത്തേക്ക് സങ്കടം ഇരച്ചു കയറുന്നുണ്ട്. വേടൻ ചിത്രത്തിലൂടെ തലോടുന്നുണ്ട്. അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന 1000 ഓർമ്മകളുമായി ആ സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നുണ്ട്. വേടന് അവർ സമ്മാനിച്ചത് അവന്റെ മരിച്ചുപോയ അമ്മയുടെ ചിത്രമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വേടൻ വികാരാധീനനാകാതിരിക്കും, അല്ലേ? ആരാണ് വേടന് ചിത്രം സമ്മാനിച്ച സ്ത്രീ? അവർക്കെങ്ങനെ വേടന്റെ അമ്മയുടെ ചിത്രം കിട്ടി? അതിനു പിന്നിലും ഒരു കരുതലിന്റെ കഥയുണ്ട്. മീഡിയ വൺ ചാനലിന്റെ ഒരു ചെറിയ ദൃശ്യത്തിലേക്ക് പോകാം. വേടന് ചിത്രം സമ്മാനിച്ച സ്ത്രീയുമായി അവർ സംസാരിച്ചിരുന്നു. അതൊന്ന് കേൾക്കാം. ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചുപോയി. ഈ യുവതിയുടെ പേര് മെഹജൂറ. കോഴിക്കോട് മണാശ്ശേരി സ്വദേശിനിയാണ്. വേടന്റെ അമ്മയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അതായത് വേടന്റെ അമ്മ കുറച്ചു കാലം മെഹജൂറയ്ക്കൊപ്പം സഹായിയായി ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2ാം കോവിഡ് കാലത്തെ ലോക്ക്ഡൌണിൽ. ആ സമയം അവരുമായി നല്ല സൗഹൃദം തന്നെ മെഹജൂറയ്ക്കുണ്ടായി. അങ്ങനെ ആ അമ്മ ഒരു ദിവസം വേടനെ കുറിച്ച് മെഹജൂറയോട് പറഞ്ഞു. മകൻ ചെറുതായി പാട്ടുപാടുമെന്നും യൂട്യൂബിൽ വേടന്റെ പാട്ടുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മകൻ രക്ഷപ്പെട്ടാൽ തന്റെ കുടുംബം രക്ഷപ്പെടുമെന്നും ആ അമ്മ മെഹജൂറയോട് പറഞ്ഞിരുന്നു. പക്ഷേ മെഹജൂറ സങ്കടത്തോടെ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വേടനെ മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്തപ്പോൾ, അവൻ ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്ക് ഉണ്ടായില്ല. നിങ്ങൾ ഇപ്പോൾ കാണുന്ന സെൽഫിയിൽ നിന്നുള്ള അമ്മയുടെ ചിത്രമാണ് മെഹജൂറ വേടന് സമ്മാനിച്ചത്. മീഡിയ വണ്ണുമായി മെഹജൂറ സംസാരിച്ചത് കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി. അത് 2 കാര്യങ്ങൾ കൊണ്ടായിരുന്നു. ഒന്ന്, വേടന്റെ അമ്മയുടെ കാര്യം ആലോചിച്ചപ്പോൾ. രണ്ടാമതായി, മെഹജൂറയ്ക്ക് വേടന്റെ അമ്മയായ ചിത്രയോടുള്ള കരുതലും സ്നേഹവും കേട്ടപ്പോഴാണ്. മീഡിയ വൺ ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ മെഹജൂറയുടെ ആ സംഭാഷണമുണ്ട്. ഉറപ്പായും കേൾക്കണം. ഇപ്പോൾ തന്നെ നിരവധി പേർ ആ വീഡിയോ കണ്ട് മനസ്സ് നിറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ വളർത്താൻ മെഹജൂറയുടെ വീട്ടിൽ സഹായിയായി നിന്നതാണ് വേടന്റെ അമ്മ ചിത്ര. പക്ഷേ സംഭാഷണത്തിനിടെ ഒരിടത്തു പോലും മെഹജൂറ ചിത്രയെ സഹായി എന്ന് പോലും പറയുന്നില്ല. പകരം എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ആവർത്തിക്കുന്നത്. വേടന്റെ അമ്മയുമായുള്ള വല്ലാത്തൊരു സ്നേഹബന്ധത്തിന്റെ കഥയാണ് മെഹജൂറയുടെ വാക്കുകളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ആ സംഭാഷണത്തിൽ മെഹജൂറ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പോയ ശേഷം ആ അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ അവർ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷേ വാട്സപ്പിൽ പോലും കിട്ടിയില്ല. ഒടുവിൽ വേടന്റെ അച്ഛനെ വിളിച്ചപ്പോഴാണ് അമ്മ മരിച്ച കാര്യം മെഹജൂറ അറിയുന്നത്. 4 മാസമായി ഈ ചിത്രം വേടന് സമ്മാനിക്കാൻ മെഹജൂറ കാത്തിരിക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് 3 മാസത്തോളമാണ് വേടന്റെ അമ്മ മെഹജൂറയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അമ്മയുമായി സെൽഫി എടുക്കുകയായിരുന്നു. ആ ചിത്രം നെഞ്ചോട് ചേർത്താണ് വേടൻ കോഴിക്കോട്ടെ വേദി വിട്ടത്. മെഹജൂറയുടെ വേടന്റെ അമ്മയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയകളിൽ കുറിക്കുന്നുണ്ട്. അതിലൊരു കുറിപ്പിന്റെ പ്രസക്ത ഭാഗം വായിക്കാം. KV നദീർ എന്നയാളാണ് അത് എഴുതിയിരിക്കുന്നത്. മറ്റു മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കാതെ സംസാരിക്കുക എന്നത് വിവേകമാണ്. അടുപ്പത്തെ ആഴമുള്ള ഹൃദ്യതയോടെ അവതരിപ്പിക്കാനാകുക എന്നത് മാനവികതയാണ്. പരിചയത്തെ സൗഹൃദമായി ചേർത്ത് നിർത്തുക എന്നത് മനുഷ്യത്വമാണ്. മനുഷ്യരിലേക്ക് പടരാനാകലാണ് മനുഷ്യനാണെന്നതിന്റെ തെളിവ്. വേടന്റെ വരികളോടുള്ള വിയോജിപ്പ് വിദ്വേഷമായി പുറന്തള്ളുന്നെടുത്ത് ഇത്തരം സ്നേഹ സമ്മാനങ്ങൾ കാഴ്ചയ്ക്ക് കുളിർമയാണ്. അവർ പങ്കുവച്ച വാക്കുകൾ കേൾവിക്ക് സുഖകരമാണ്. വിദ്വേഷം തുപ്പുന്നവരെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്നൊരു ജനത. വേടന്റെ അമ്മയെക്കുറിച്ച് അനു ചന്ദ്ര എന്ന ഫേസ്ബുക്ക് ഹാൻഡിലിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്.
മക്കൾ ഒന്നും അല്ലാതിരുന്ന കാലത്തും മക്കൾ എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് സ്വപ്നം കണ്ട, ഉറച്ചു വിശ്വസിച്ച, മക്കൾ ചെയ്യുന്ന കലയുടെ പ്രാധാന്യം വലിയ രീതിക്ക് അറിയില്ല എങ്കിൽ പോലും ചെയ്യുന്നത് അത്ര ചില്ലറ പരിപാടി അല്ലെന്ന് വിശ്വസിച്ച ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമുക്കിടയിലുണ്ട്. അവരിൽ ഒരാളാണ് വേടന്റെ അമ്മയും. പ്രതീക്ഷകളായിരുന്നു ആ അമ്മ പറഞ്ഞതെല്ലാം. സത്യമായും ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്കവരെ അറിയാൻ കഴിയുന്നുണ്ട്, അതും ഏറെ അടുത്ത്. വല്ലാത്ത ഗാഢബന്ധം വേടന് അമ്മയുമായി ഉണ്ടായിരുന്നു എന്നാണ് വേടന്റെ സോഷ്യൽ ക്രിമിനൽ എന്ന പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം 2 or 3 വരി കൊണ്ട് വേടൻ ആ പാട്ടിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാണോ തുരത്തി, അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എനിക്കും തീ. വേടന്റെ അമ്മ ചിത്ര ജാഫ്നയിൽ നിന്നുള്ള ഒരു ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രീലങ്കൻ സിവിൽ യുദ്ധകാലത്ത്, അതായത് 1980കളുടെ തുടക്കം മുതൽ അവർ തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് കുടിയേറി. പിന്നീട് എങ്ങനെയോ തൃശ്ശൂരിലെത്തി. പിന്നീട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കോളനിയിലാണ് ജീവിച്ചത്. അവിടെ വെച്ചാണ് വേടൻ ജനിച്ചത്. വേടൻ വളർന്നതെല്ലാം ഈ കോളനിയിലാണ്. ഈ പശ്ചാത്തലം വേടന്റെ സംഗീതത്തിലും സാമൂഹ്യ വിമർശനങ്ങളിലും എല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതൊക്കെ അവന്റെ സംഗീതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ കോളനിയിൽ നിന്നാണ് വേടൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്നതും നമ്മൾ ഓർക്കണം. ഇതൊക്കെ കൊണ്ടാണ് വനംവകുപ്പിന്റെ കേസിനിടെ വേടന്റെ ശ്രീലങ്കൻ ബന്ധം അന്വേഷിക്കണമെന്ന് ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വല്ലാത്ത കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് വേടന്റെ അമ്മ നയിച്ചതെന്ന് മനസ്സിലാവുകയാണ്. എന്തുകൊണ്ടാണ് വേടന്റെ പാട്ടുകളിൽ ഇത്ര തീക്ഷ്ണത വന്നതെന്നും പലർക്കും മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ മെഹജൂറ നൽകിയ ചിത്രത്തിന് മൂല്യം വളരെയേറെയാണ്. മെഹജൂറയുടെ വാക്കുകളുടെ മൂല്യവും അളക്കാനാകില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാം. നന്ദി, നമസ്കാരം.